ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കണ്ടന്റുകൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് വിശ്വസിച്ചേ മതിയാകും. അതായത് അത്രമാത്രം വേഗതയിലാണ് ടെക്നോളജി ഈ ലോകത്തെ നയിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഏകദേശം 4-5 മാസം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലോകത്ത് ഈ ഫ്യൂവൽ എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ പ്രാധാന്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അതായത് EV, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഈ മെയ് മാസം ചൈനയിലെ ഷെങ്ഹായിൽ നടന്ന ഓട്ടോ എക്സ്പോ, അതായത് കാറുകളുടെ എക്സ്പോസിഷൻ, അത് എക്സിബിഷൻ, ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിന് ചില ഫാക്ടേഴ്സ് പറയാം. ഇപ്പം ടെസ്ലയുടെ ചീഫ്, അതായത് എലോൺ മസ്ക്, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, അദ്ദേഹമാണ് ഡ്രൈവർ ഇല്ലാത്ത ഇലക്ട്രിക് വെഹിക്കിൾസ് ലോകത്ത് കൊണ്ടുവന്ന് ലോകത്തെ ഞെട്ടിച്ചത്. അപ്പം എന്തിനാണ് അയാൾ പെട്ടെന്ന് ഓടിക്കതച്ച് ഇന്ത്യയിലോട്ടുള്ള വിസിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ചൈനയിലോട്ട് പോയത്? അതിൻ്റെ കാരണമുണ്ട്. അപ്പം അതിൻ്റെ കാരണം ഇപ്പോഴാണ് തെളിഞ്ഞു വരുന്നത്. എന്താണ് അതിൻ്റെ പിറകിലുണ്ടായിരുന്ന രഹസ്യം? അതായത് അദ്ദേഹത്തിൻ്റെ കാർ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ഹൈ എൻഡ് കാറുകൾ, അതായത് മെർസിഡസ് ബെൻസ് ആണെങ്കിലും BMW ആണെങ്കിലും യൂറോപ്യൻ കാർ മേക്കേഴ്സ് ആണെങ്കിലും ജാപ്പനീസ് കാർ മേക്കേഴ്സ് ആണെങ്കിലും അമേരിക്കൻ കാർ മേക്കേഴ്സ് ആണെങ്കിലും ഇതിനെപ്പറ്റി ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന വാരിക, അതായത് ലോകത്തിലെ ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള ഒരു മാഗസിനാണ്, അത് വളരെ കൃത്യമായിട്ട് ഹെഡ്ലൈൻ ഉൾപ്പെടെ എഴുതി ഈ കാറുകളെല്ലാം ഡസ്റ്റിൽ പോകാം, ഒന്നും അല്ലാതാക്കാൻ പോവുകയാണ് ഈ കാർ മേക്കേഴ്സ്. അതാണ് ചൈന ഈ എക്സിബിഷനിൽ ലോകത്തെ കാണിച്ചിരിക്കുന്നത്. ഞെട്ടിക്കുന്ന സംഭവമായി സംഭവം. അതായത് ടെസ്ലയുടെ ഹൈ എൻഡ് കാർ, അതിൻ്റെ പേര് ടെസ്ല എക്സ് എന്നാണ്. അപ്പം അതിനേക്കാളും മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ഇപ്പം ടെസ്ലയുടെ കാറിന് ഏകദേശം 500-600 കിലോമീറ്ററാണ് ചാർജ് ചെയ്താൽ കിട്ടുന്ന മൈലേജ്. അത് അത്രയും കിലോമീറ്ററാണ് ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുമ്പോഴത് ഓടുന്നത്. പക്ഷെ അതിനേക്കാളും ഞെട്ടിച്ചിരിക്കുകയാണ്, 5 മിനിറ്റ് മാത്രം ചാർജ് ചെയ്താൽ മതി ഈ കാറ്, അതായത് ചൈനയിൽ കാണിക്കുന്ന എക്സിബിഷനിൽ കാണിക്കുന്ന ഈ കാറുകൾ ഓടുന്നത് 2000 കിലോമീറ്ററാണ്. ടെസ്ലയെക്കാളും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലക്ഷോറിയസ് ആണ്, വളരെ ഹൈ എൻഡ് കാറാണ്. ഇത് ഭയന്നു പോയി ടെസ്ലയുടെ ചീഫ്. അതിനുവേണ്ടിയാണ് പെട്ടെന്ന് ചൈനയിൽ പോയത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് നേരിട്ടറിയാൻ. പിന്നെ മറ്റുള്ള കാറുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ ഈ ടെസ്ലയുടെ കാറിൻ്റെ വില എത്രയായിരിക്കും? ഇതേപോലുള്ള കാറുകൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോവുകയാണ്. ഇതിന് ഏകദേശം ഇവർ പറയുന്നത് 60 ലക്ഷം, ചില കാർ ഹൈ എൻഡ് കാർ 1.5 കോടി, 1 കോടി, ഈ രീതിയിലാണ് പോകുന്നത്. ഇപ്പം മെർസിഡസ് ബെൻസിൻ്റെ ചില കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് ഏകദേശം 1.5 കോടി, 2 കോടി. കാരണം ഹൈ എൻഡ് കാറുകൾ, ലക്ഷോറിയസ് ആയിട്ടുള്ള കാറുകളുടെ വില ഏതാണ്? അതേ ലക്ഷോറിയസ് ആയിട്ടുള്ള കാറുകൾ വെറും 25 ലക്ഷം രൂപ, അതായത് വെറും $30,000 മാത്രമേ ചെലവാകുന്നുള്ളൂ. അതിനകത്ത് ചില സെഡാൻ കാറുകൾ, അതായത് ടാക്സി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാറുകൾ, അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് വെറും 8 ലക്ഷമേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 15, 30, 40 ലക്ഷം രൂപ കൊടുക്കുന്ന പല കാറുകളും 8 ലക്ഷം, 9 ലക്ഷം രൂപയ്ക്ക് മാത്രം വിൽക്കാൻ സാധിക്കും. അതിൽ ചില കാറുകൾ, അതായത് ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾ ചൈനയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്ന അതിനേക്കാളും ഞെട്ടിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ കാറുകളുടെ പാനലിൽ മേൽഭാഗത്തായിട്ട് സോളാർ ഘടിപ്പിച്ചിട്ടുണ്ട് ചെറിയതായിട്ട്. അത് ഈ ഏറ്റവും കൂടുതൽ EV വാഹനങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ഓവർ ഹീറ്റിംഗ്. അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു. ഇതൊന്നും ഡ്രൈവർമാരില്ലാത്ത കാറുകളാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക. ഡ്രൈവർ ഇല്ല ഇതിന്. അതായത് 2000 കിലോമീറ്റർ വരെ ഇത് ഓടും, ഒരു പ്രാവശ്യം ചാർജ് ചെയ്യും. അതിൻ്റെ റീചാർജ് 5 മിനിറ്റ് മാത്രം. ഇപ്പം ചില കാറുകളെ കാണിച്ചു അതിന് ചാർജ് ചെയ്യേ വേണ്ട, കാരണം സോളാർ പാനലിൽ കൂടെ എടുക്കുകയാണ്.
ഇത് ഓടിക്കുക സംഭവം മാത്രം. അതായത് നമ്മളിപ്പോൾ ഒരു കാറ് മേടിക്കുകയാണെങ്കിൽ ഡെയിലി കാറുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രശ്നമുള്ള സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്നതാണ്. ഇതിന് ഫ്യൂവൽ അല്ലെങ്കിൽ ചാർജ് ചെയ്യുക, ഈ സംഭവം അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അപ്പോൾ ഈ കാർ മേക്കേഴ്സ് അപ്പം എന്ത് ചെയ്യും? അതായത് ഇപ്പം യൂറോപ്യൻ കാർ മേക്കേഴ്സ് ജർമ്മനി ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും UK ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഈ സാധനങ്ങളില്ലാതാവുക. അതായത് അപ്പം ഇന്ത്യക്ക് ഇതിൽ നിന്ന് മാറി ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും എല്ലാ മാസവും ഏറ്റവും കൂടുതൽ വിദേശ കറൻസി കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് ഫ്യൂവൽ, അതായത് ക്രൂഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പം അതെവിടെ പോകും? ഇതാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് ഇന്ത്യയും ഇത് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ചൈനീസ് കാറുകൾ മാത്രമായിരിക്കും ഇനി വരാനുള്ള സമയത്ത് ലോകത്ത് ഓടാൻ പോകുന്നത്. ജാപ്പനീസ് കാർ മേക്കേഴ്സ് പോലും ഞെട്ടിപ്പോയി. കാരണം അതിനകത്ത് ബൈഡു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു സെർച്ച് എഞ്ചിനായി ഗൂഗിൾ പോലെ ഗൂഗിളിനെ മാറ്റി നിർത്തി ചൈനയിലൊരു സെർച്ച് എഞ്ചിൻ ഉണ്ടാക്കിയ കമ്പനിയാണ് ബൈഡു. അപ്പം അവർ തന്നെ ഒരു കാർ ഉണ്ടാക്കിയത് ലോകത്തെ തന്നെ ഞെട്ടിച്ചു. അതായത് നമ്മുടെ ശബ്ദം കൊണ്ട് പറഞ്ഞാൽ മതി എവിടെ പോകണം, എന്ത് ചെയ്യണം. അത് AI ഉപയോഗിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇതേപോലെ സെയിം മെക്കാനിസം ഏകദേശം 15ഓളം 12ഓളം പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ അവരാണ് സംഭവം ലോകത്തെ ഞെട്ടിച്ചത്. ഈ ടെക്നോളജി വെച്ച് എല്ലാ തലത്തിലും ഞെട്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്ന 100% ആണ്. ഇപ്പം ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലായി, ഡ്രൈവർ എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്ത് വാഹനങ്ങൾ കാറുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു. എല്ലാം മൊബൈലിലാണ് സംഭവം പറയുന്നത്. മൊബൈലിൽ പോകുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പെട്ടെന്ന് വണ്ടി ഓടുന്നു. അപ്പോൾ ഏകദേശം ചില കാറുകൾക്ക് അവർ കാണിച്ചിരിക്കുന്ന 12 മുതൽ 20ഓളം വിവിധ ക്യാമറകളാണ്. അത് വളരെ സേഫ്റ്റിയാണ് ഈ സംഭവം. മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് കാറ് തന്നെ, എല്ലാ സേഫ്റ്റിയും. അപ്പം ഈ രീതിയിലോട്ട് കാറുകൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മേജറായിട്ടുള്ള മാനുഫാക്ചേഴ്സ്, അതായത് മഹീന്ദ്ര ആണെങ്കിലും മാരുതി ആണെങ്കിലും ഇവർ മുഴുവനും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അതായത് വരാൻ പോകുന്ന 5 വർഷം കാർ മേക്കേഴ്സ്, അതായത് ലോകത്തിലെ പല കാർ മേക്കേഴ്സ്, ഇപ്പം യൂറോപ്പ് ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും അവർ പെട്ടുപോകുന്ന സംഭവമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ടെസ്ല ചീഫ്, അതായത് എലോൺ മസ്ക് ചൈനയിൽ പോകുന്നത്. അവിടെ പോയാൽ 2ഓളം കമ്പനികളുമായിട്ട് മാപ്പിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്തു. ഇപ്പോൾ ഗ്ലോബൽ മീഡിയയുടെ ഏറ്റവും വലിയ ടോപ്പിക് എന്ന് പറയുന്നത് ഇതായി മാറി. കാരണം ഇപ്പോഴത്തെ കാർ മേക്കേഴ്സ് മുഴുവനും ഇല്ലാതാവും. അതിനേക്കാളും വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഏറ്റവും ചീപ്പായിട്ട്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇന്നോവയുടെ ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ നമ്മൾ ഇപ്പോൾ ക്രിസ്റ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വില ഏകദേശം 26-27 ലക്ഷമാണ്. ഞാൻ ഹൈ എൻഡിൻ്റെ കാര്യമല്ല പറഞ്ഞു. ഈ 25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ലക്ഷോറിയസ് ആയിട്ടുള്ള വെൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ ഇല്ല, ഫ്യൂവൽ ആണെങ്കിൽ 2000 കിലോമീറ്റർ നമ്മൾ ചാർജിങ് 5 മിനിറ്റ്, 25 ലക്ഷം രൂപ 2000 കിലോമീറ്റർ നമുക്ക് ഈ പറഞ്ഞ ഒരു 5 മിനിറ്റ് ചാർജിൽ ഫ്യൂവൽ ഇല്ലാതെ ഓടുന്നു. നിങ്ങൾ ഏത് വണ്ടി ചൂസ് ചെയ്യും? ഇതാണ് സിമ്പിളായിട്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആര് മറ്റുള്ള കാറുകൾ മേടിക്കും? അതായത് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ മറ്റുള്ള ഇത് പെട്ടെന്ന് ഈ കാറുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങും. കാറ് വാങ്ങുന്നത് ചിന്തിച്ച് തന്നെ ചെയ്യുക. കാരണം ഇത് കയറി അടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ഇല്ലാതായി. ഇന്ത്യയിലും അത് ഉണ്ടാകാൻ പോകും. കാരണം ഇന്ത്യക്ക് ഒരു കാരണവശാലും ചൈനീസ് കാർ എന്നും പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ഓയിൽ പൂൾ ഡെഫിസിറ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ശരിക്കും വിദേശ പണം കൊടുത്താണ്, അതായത് ഡോളർ വെച്ചിട്ടാണ് നമ്മളിത് വാങ്ങുന്നത്. അതായത് മറ്റൊരു കാര്യം, ഇതോടുകൂടി അറേബ്യൻ രാജ്യങ്ങളുടെ വെടി തീർന്നു പോകും. അതിൻ്റെ പേരിലാണ് അവരിപ്പോഴേ EV ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതായത് എനർജി എന്ന് പറയുന്ന സംഭവം, അപ്പം അതിൻ്റെ എഫിഷ്യൻസി അത് വളരെ കുറവായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ EV സെക്ടറിൽ കാറുകളാണെങ്കിലും മറ്റുള്ള വാഹനങ്ങൾ അതിൻ്റെ സേഫ്റ്റി കംപ്ലീറ്റായിട്ട് ഉറപ്പ് വരുത്തുക. അതായത് ലോകം പോകുന്നത് ഒരു ചൈനയുടെ കമ്പോളമായിട്ട് കാറിൻ്റെ ആയിട്ട് മാറും.
മറ്റുള്ള രാജ്യങ്ങൾ ഒന്നും അല്ലാതാകും. അതാണ് വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്.